ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് T20 ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് പദവിയുള്ള രാജ്യങ്ങളുടെ ടീമുകളും അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ UAE, ഒമാൻ പോലുള്ള, ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങളുടെ സീനിയർ ടീമുമാണ് ഈ ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിരയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ജിതേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. നിലവിൽ സീനിയർ ടീമിന്റെ താരമായിട്ടുള്ള 32-കാരനായ ജിതേഷ് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ 14-കാരനായ വൈഭവ് സൂര്യവംശിയാണ് ഓപ്പണിംഗ് റോള് നിർവഹിക്കുന്നത്. ഓപ്പണിംഗിൽ നമ്മൾ ആദ്യ മത്സരത്തിൽ യുഎയുടെ സീനിയർ ടീമിനെതിരെ വളരെ ക്രിക്കറ്റ് ലോകത്ത് ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് വൈഭവ് സൂര്യവംശി കാഴ്ചവെക്കുന്നത്. 32 പന്തില് സെഞ്ചുറി ആവുന്നു, 42 പന്തില് 144 ആവുന്ന, 10 പന്തില് 44 റൺ അടിക്കുന്നു. അത് എല്ലാം കൊണ്ടും ഒരു UAEക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഒരു ഇതില്ല. UAE ബോളർമാർ നിരന്തരം അടി വാങ്ങുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രകടനം. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ പാകിസ്ഥാനെതിരെയും വൈഭവ് സൂര്യവംശി ആ ഒരു വെടിക്കെട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഒരു 28 പന്തിൽ 45 റണ്ണ് വൈഭവ് സൂര്യവംശി കളിച്ച് ബാക്കിയുള്ള എല്ലാ താരങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വൈഭവ് സൂര്യവംശി ഒരു ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് നിലവിൽ ഇന്ത്യൻ T20 ടീമിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണർമാർക്ക് യാതൊരു കുറവുമില്ല. ഒരുപാട് ഓപ്പണർമാരുണ്ട്. പക്ഷെ അടുത്ത 2 വർഷത്തിനുള്ളിൽ വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ ഓപ്പണറായിട്ട് വളരും എന്നൊക്കെയാണ് പലരും വിലയിരുത്തുന്നത്. എന്താണ് അതിന്റെ ഒരു സാഹചര്യം? എങ്ങനെയാണ് അത്? അല്ല, അതിൽ യാതൊരു സംശയവും തോന്നുന്നില്ല. അടുത്ത വരുന്ന ക്രിക്കറ്റിൽ വരും നാളുകളിൽ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരിക്കും. കാരണം ഓപ്പണിംഗിലാണ് താരം കളിക്കുന്നത്, ഓപ്പണിംഗ് തന്നെ വരും. പക്ഷെ നമുക്കിപ്പോൾ അറിയേണ്ടത് നമുക്ക് ജയ്സ്വാളും പിന്നെ അഭിഷേകും അങ്ങനെ ഒരുപറ്റം താരങ്ങൾ, ഗില്ലുണ്ട്, ഇപ്പൊ രോഹിത്തൊക്കെ പിന്നെ അടുത്ത ലോകകപ്പിന് ശേഷം എന്തായാലും ലോകകപ്പ് വരാൻ പ്രതീക്ഷിക്കേണ്ടത്. അതിനുശേഷം വരുമ്പോൾ മാറിയിൽ നിൽക്കുന്ന ഉറപ്പാണ്. രോഹിത് ഏകദിനാണ്. T20 സംശയമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അതിലും അഭിഷേകും ഗില്ലുമാണ്, സഞ്ജു ഉണ്ട്, ഒരുപാട് താരങ്ങളുണ്ട്. നമ്മള് ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് നോക്കിയാൽ IPL ടീമുകളിൽ തന്നെ അതെ നിരവധി താരങ്ങളുണ്ട്. പക്ഷെ ഇത്രയും താരങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് സംശയമൊന്നുമില്ല, ഒരു വരുന്ന 2 വർഷത്തൊക്കെ ഒരു കാലയളവിൽ നമ്മൾ കാണുന്നെങ്കിൽ അതിൽ ഒരു സൈഡിൽ എന്തായാലും പിന്നെ സൂര്യവംശി കളിക്കുന്ന സംശയമില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ യൂത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലായാലും കഴിഞ്ഞ ഏത് ഫോർമാറ്റിലായാലും IPL ശേഷം നടന്ന പല പിന്നെ അണ്ടർ-19 ആയാലും വരുന്ന പല ഫോർമാറ്റുകളിലായാലും വൈഭവ് തകർത്തടിക്കുന്നുണ്ട്. പിന്നെ വൈഭവം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ UAEക്കെതിരെ മത്സരത്തിൽ കണ്ടത്, ഇപ്പൊ 2ാം മത്സരത്തിലുള്ള ഇന്ത്യയുടെ ടോപ്പ് സ്കോറിന്റെ ഇന്ത്യയുടെ ടോട്ടൽ സ്കോർ ആദ്യ മത്സരത്തിൽ വൈഭവ് ഒറ്റക്കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈഭവിന്റെ ആ ഒരു പ്രകടനശേഷി വല്ലാത്തൊരു ഇതാണ്. പ്രായത്തിന് വെല്ലുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭയെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭയെ ബെഞ്ചിൽ നിർത്താൻ ഇന്ത്യൻ ടീം തയ്യാറാവില്ല. ഏത് സെലക്ടർ ആയാലും ഏത് കോച്ചായാലും വൈഭവിന്റെ സ്ഥാനം ഈ ഫോമിൽ വൈഭവ് തുടരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനേക്കാൾ പ്രതിഭയുള്ള ഒരുപാട് താരങ്ങൾ നമ്മളെ ജൂനിയർ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്, ജൂനിയർ ലെവലിൽ കളിച്ചിട്ടുണ്ട്. ഉന്മുഖ് കിംനെ പോലുള്ള താരങ്ങൾ, നമുക്ക് അങ്ങനെ പല താരങ്ങളും പേരെടുത്ത് പറയേണ്ടത് ഇപ്പം എവിടെയോ എത്താണ്ട് പോയ താരങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ വിരാട് കോഹ്ലിനെ പോലുള്ള താരങ്ങളും മുഹമ്മദ് കൈഫിനെ പോലുള്ള നായകന്മാർ അണ്ടർ-19 ക്രിക്കറ്റിൽ കപ്പെടുത്ത അങ്ങനെ വളരെ കുറച്ച് താരങ്ങൾ മാത്രമേ തിളങ്ങി ദേശീയ ക്രിക്കറ്റിലും ഇന്റർനാഷണൽ ലെവലിലും തിളങ്ങി വന്നിട്ടുള്ളൂ. വിരാട് കോഹ്ലിയും പിന്നെ ഈ പറഞ്ഞ ഗില്ലും അങ്ങനെ താരങ്ങളൊക്കെയാണ് നമുക്ക് അതിലേക്ക് എടുത്തു പറയാനുള്ളത്. പക്ഷെ അങ്ങനെ പ്രതിഭ ഉണ്ടായിട്ടും എവിടെയും എത്താണ്ട് പോയ താരങ്ങളും ഉണ്ട്. അങ്ങനെ പോകാനുള്ള സാധ്യതകളും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. പക്ഷെ നിലവിലെ ഒരു ഫോം വെച്ച് നോക്കുമ്പോൾ, നിലവിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ വൈഭവ് എന്തായാലും ദേശീയ ടീമിൽ അരങ്ങേറും, ഓപ്പണിംഗായിട്ട് തുടരുന്ന സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും വൈഭവിന്റെ നമ്മൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും നോക്കേണ്ടി വരും. എന്താണ് വൈഭവിന്റെ ക്വാളിറ്റി, അതുപോലെ എന്താണ് വൈഭവ് ഇത്ര കാലം ടീമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ആണെങ്കിലും IPL രാജസ്ഥാൻ റോയൽസ് ആണെങ്കിലും ഇന്ത്യൻ അണ്ടർ-19 ടീം ആണെങ്കിലും എന്താണ് വൈഭവ് ഇന്ത്യൻ ടീമിന് ഈ ഒരു തന്റെ ടീമിന് വേണ്ടി കൊടുക്കുന്നത് എന്ന നമ്പറുകളും നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഞാൻ നമ്പർ പറയുകയാണെങ്കിൽ T20 240 മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റ് വൈഭവിന് നിലവിലുണ്ട്. അതുപോലെ തന്നെ IPL 200 മുകളിലുള്ള 206 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് റേറ്റ്. ആകെ 7 മത്സരം കളിച്ചിട്ടാണ് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ ആയിട്ടുള്ള പുരസ്കാരം വൈഭവ് നേടുന്നത്. മാത്രമല്ല ഈ 144 റണ്ണ് നേടിയ മത്സരത്തിലെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 342 സ്ട്രൈക്ക് റേറ്റ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ആണ്. അതുപോലെ തന്നെ 2 സെഞ്ചുറികൾ, 1 അർദ്ധ സെഞ്ചുറി. ഈ 2 സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് അത് നമുക്ക് സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു അതിവേഗ സെഞ്ചുറി, എല്ലാ സെഞ്ചുറികളും വളരെ വേഗത്തിലാണ് വൈഭവ് നേടുന്നത് എന്നുള്ളത് തന്നെയാണ്. പിന്നെ IPL എന്ന് പറയുന്നത് സീനിയർ ടീമുകൾ ഇപ്പൊ ക്രിസ് ഗെയിലിനെ പോലുള്ള താരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു വെടിക്കെട്ടിനോട് സമാനമായിട്ടുള്ള വെടിക്കെട്ട് നടത്താൻ വൈഭവ് സൂര്യവംശിക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. തുടർച്ചയായിട്ട് പവർ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ UAEക്കെതിരെ നമുക്കിപ്പോ ആ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ ആദ്യം ഒരു
മിസ് ഷോട്ട് വന്നിരുന്നു, ഒരു ക്യാച്ച് വിട്ടിരുന്നു. അതുപോലെ തന്നെ അർദ്ധ സെഞ്ചുറി അടിച്ച ഒരു സമയത്ത് ഒരു മിസ് ഷോട്ട് വന്നിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവസാന സമയം വരെ ആ ഒരു രീതിയിലേക്ക് അടിക്കുക എന്ന ഒരു ഇത് അല്ലാതെ വേറെ ഒന്നും വൈഭവിന്റെ മൈൻഡിൽ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു പേടിയില്ലാതെ കളിക്കുന്ന ഒരു അത് തന്നെയാണ് ആ ഒരു രീതിയിലേക്ക് റണ്ണായിട്ട് മാറുന്നതും. തുടർച്ചയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റികളും വൈഭവിനുണ്ട്. അപ്പൊ അത് കൂടി ഈ ക്വാളിറ്റി പറഞ്ഞു നിർത്തി തന്നെയാണ് ക്വാളിറ്റി. പിന്നെ ഫിയർലെസ് ക്രിക്കറ്റ് ഈ ഏത് ഘട്ടത്തിലായാലും T20 ഫോർമാറ്റ് നമ്മൾ നോക്കിയാൽ അതിൽ ഫിയർലെസ് ക്രിക്കറ്റിനാണ് ഏറ്റവും പ്രഥമ സ്ഥാനം വരുന്നത്. പ്രത്യേകിച്ച് ഒരു ഓപ്പണർ, പവർ പ്ലെയർ ഇറക്കുന്ന ഓപ്പണർ എത്ര പരമാവധി ടീമിനെ സ്കോർ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അതിന് ഈ പറഞ്ഞ പോലെ കണ്ണും പൂട്ടി അടിക്കുക നമുക്ക് നമ്മുടെ നാട്ടിൽ ശൈലി പറയും. പക്ഷെ ബോൾ പെർ 6 എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ശൈലി നോക്കുന്നല്ലോ. അത് തന്നെയാണ് പിന്നെ ഫിയർലെസ് ക്രിക്കറ്റിൽ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് ആവോളമുള്ള താരമാണ് വൈഭവ്. നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഇപ്പം എതിരെ വരുന്ന ബോളർ നോക്കിയിട്ട് കളിക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് ഏത് ബോളറൊന്നും എഴുതുന്നില്ല. അങ്ങനെ ബോളർ നോക്കേണ്ട ഒരു ശീലമേ ഇല്ല. എൻ്റെ എതിരാളി ആയിരുന്നില്ല, പേടിയില്ല. പേടിക്കാനുള്ളൊരു പ്രായമായിട്ടില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനത്തെ ഒരു നോട്ടുമല്ല. ഏത് ബോളിന് ഏത് ബോളറെയും അതിർത്തി കടത്താനുള്ള കഴിവും പ്രാപ്തിയും താരത്തിനുണ്ട്. ആ ഇതാണ്. പിന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ, താരത്തിന്റെ ഹാൻഡ് ഐ കോർഡിനേഷൻ നമുക്ക് വീരേന്ദ്ര സെവാഗിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഹാൻഡ് ഐ കോർഡിനേഷൻ വരുന്നത് അതൊരു ക്രിക്കറ്റിന്റെ ഏറ്റവും പിന്നെ ക്രിക്കറ്റ് നമുക്കിപ്പം ഏറ്റവും ഒടുവിലൊക്കെ പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഒക്കെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഒക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ ഒക്കെ മങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അത് ഏറ്റവും പീക്ക് ടൈമിൽ അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെയായിരുന്നു, അതാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നൽകുന്നത്. അത് ആവോളം ഉള്ളൊരു താരമാണ് വൈഭവ്. അതിന്റെ ഒരു പീക്ക് ടൈമിലൂടെ താരം കടന്നു പോകുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പം സൈഫ് പറഞ്ഞ പിന്നെ UAE-ക്കെതിരായാലും യൂത്ത് ടെസ്റ്റിലായാലും താരത്തിന്റെ തുടർച്ചയായ ഹിറ്റുകൾ വരുന്നത് ഈ ഒരു ഘടകം കൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വരുന്നില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ട് ഇപ്പോൾ സെവാഗിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ സെവാഗിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പന്ത് നോക്കുക, അടിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു സെവാഗിനൊക്കെ പലപ്പോഴും നമ്മളെ വലിയ ആവേശത്തോട് കൂടിയിട്ട് ആ മത്സരമൊക്കെ കണ്ടുവരുന്നത്. എത്ര തന്നെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു സാഹചര്യം അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു ലക്ഷണങ്ങളാണ് കരിയറിന്റെ തുടക്കത്തില് വൈഭവ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് വൈഭവ് ഇപ്പോ, അതായത് നമ്മൾ അഗ്രഷൻ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ UAE-ക്കെതിരെ കളിച്ച ഒരു അഗ്രഷനിലല്ല പാകിസ്ഥാനെതിരെ കളിച്ചെന്നുള്ളത് രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ സ്ട്രൈക്ക് റേറ്റിലോ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് T20യെ സംബന്ധിച്ച് എങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെ തന്നെ ബാറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഏത് ശൈലിയിൽ ബാറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതായത് ആ ബാറ്റ് ചെയ്യുന്നത് കാണാൻ ഭംഗി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ റണ്ണ് കയറുക എന്നുള്ള ഒരൊറ്റ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി വൈഭവ് എടുക്കുമ്പോഴും ഓരോ ഷോട്ടുകളും വരുന്ന സമയത്ത് അത് കാണാൻ ആരാധകർക്ക് ഒരു വലിയ ആവേശം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ പറയുമ്പോഴും കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വൈഭവ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളോ കൂടിയില്ല. നിലവിൽ ഇപ്പൊ വൈഭവ് സൂര്യവംശിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പണർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ ഇടങ്കയ്യൻ ബാറ്ററാണ്. വലിയ രീതിയിൽ ഇതുപോലെ അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു താരമാണ്. ഏത് പന്ത് അപ്പൊ നമ്മള് ഇർഫമത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഭിഷേകിന്റെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പന്ത് തന്നെ സ്റ്റെപ്പ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ശൈലി, അത് അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ അപ്പൊ വൈഭവിനോട് നമുക്ക് അത് ആ ഒരു രീതിയിൽ പറയേണ്ടി വരില്ല. കാരണം വലിയൊരു ഇതിലേക്ക് എത്തുമ്പോൾ വലിയൊരു ഇപ്പൊ തുടർച്ചയായി ഇപ്പൊ കൺസിസ്റ്റൻസി നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മത്സരം സെഞ്ചുറി അടിക്കുന്നത് അടുത്ത മത്സരത്തിൽ ഇതുപോലെ വൈഭവ് അടിച്ച് നോക്കുന്ന സമയത്ത് ഔട്ടാവുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഇപ്പൊ അഭിഷേകിന് ആ ഒരു രീതിയിലേക്ക് ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. ലോങ് ആയിട്ട് ഇന്നിങ്സുകൾ അതെ. അത് മാത്രമല്ല ഇപ്പൊ അഭിഷേകിനെതിരെ ഇപ്പൊ പറയുന്നത് അഭിഷേകിന്റെ ആ ഒരു ഫസ്റ്റ് ബോൾ തന്നെ കയറി അടിക്കും എന്നുള്ളത് അഭിഷേക് അങ്ങനെ ചെയ്യൂ എന്ന് എല്ലാ ബോളർമാർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് ലോകകപ്പ് പോലത്തെ വലിയ വേദികളിലേക്ക് പോകുമ്പോൾ ഇത് പ്രശ്നമാവുന്ന ഇർഫമത്ത ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ചില ഉപദേശങ്ങൾ വൈഭവിനും തീർച്ചയായും ഈ പറഞ്ഞ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി, ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും. നമ്മൾ പിച്ചിന്റെ സ്വഭാവം നോക്കിയിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്ത് അങ്ങനെ കളിക്കണം. പക്ഷെ വൈഭവ് അങ്ങനെ ഒരു മെന്റാലിറ്റി ഇതുവരെ കാണിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സെവാഗിന്റെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞു ഫസ്റ്റ് ബോളിൽ എങ്ങനെയും ബൗണ്ടറി നടത്തുന്ന ഇതുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ വിക്കറ്റിലേക്ക് വലിച്ചെറിയുന്നതിലേക്ക് പോയേക്കും. അത് എല്ലാ ഘട്ടത്തിലും നല്ലതായിരിക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ കൂറ്റടികൾ മാത്രമല്ല ക്രിക്കറ്റ് വരുന്നത്. ആ T20 ക്രിക്കറ്റിലായാലും പിന്നെ റണ്ണ് ഉയർത്തുക തന്നെയാണ് ഒരു ഓപ്പണർ ഘട്ടം ഒരു പ്രധാന ചുമതല തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടി ഒന്ന് കരുതി കളിക്കേണ്ട സമയത്ത് ഒന്ന് ഡിഫെൻഡ് ചെയ്യേണ്ട സമയങ്ങൾ ഉണ്ടാവും, ഡിഫെൻഡ് ചെയ്യേണ്ടിയും വരും. അതിനുള്ളൊരു പിന്നെ ഒരു എബിലിറ്റി കാണിക്കുന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറി. കാരണം ഇപ്പൊ പറഞ്ഞത് തന്നെ എല്ലാ ബോളും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്ന ഒരു താരം അല്ലെങ്കിൽ എങ്ങനെ വീഴ്ത്തണം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും താരത്തെ. ഒരു വലിയ വേദിയിലേക്ക് വരുമ്പോൾ വലിയ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് തന്നെ കൂട്ടാൻ വേണ്ടി പറ്റും. അങ്ങനെ വന്ന കരിയറിന് പെട്ടെന്ന് തിരിച്ചില്ല വീഴുകയും ചെയ്യും. കാരണം എല്ലാം കൂറ്റടികൾ മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന താരമായിട്ട് വരില്ലല്ലോ. അപ്പോൾ അതുകൂടി താരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഇനി വളരെ കൗതുകം തോന്നുന്ന ഒരു ചോദ്യം ചോദിക്കുന്നത്, അതായത് ഈ
അടുത്ത 2 വർഷത്തിനുള്ളിൽ വൈഭവ് ഇന്ത്യയുടെ ഓപ്പണർ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ പെർഫോമൻസ് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യ ഒരു ലെഫ്റ്റ് റൈറ്റ് ആ ഒരു രീതിയിലേക്ക് കോംബോ T20 വളരെയധികം പരീക്ഷിക്കുന്ന ഒരു ടീമാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ് ഗംഭീറിന്റെ ഒരു ശൈലിയൊക്കെ വരുന്നത്. ഇപ്പൊ നിലവിൽ ഓപ്പണർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേകും ഗില്ലും, നേരത്തെ അഭിഷേകും സഞ്ജുവായിരുന്നു. അപ്പോ ഈ വൈഭവ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വൈഭവ് അഭിഷേക് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. സോ 2 ലെഫ്റ്റ് ഇത് വരുന്നത്. അപ്പോ ഈ വൈഭവിന്റെ വളർച്ച അഭിഷേകിനെ ഏതെങ്കിലും തരത്തില് ഒരു ഭീഷണിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഭീഷണി ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേകിന്റെ പെർഫോമൻസ് ഡൗൺ ആവാതിരിക്കേണ്ടത് അഭിഷേകിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമായിട്ട്. അഭിഷേകിന്റെ മാത്രമല്ല വൈഭവിന്റെയും ജയ്സ്വാളിന്റെയും എല്ലാം വരുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ഇപ്പം ഓപ്പണിംഗ് സ്ലോട്ടിലേക്കാണ്. നമുക്കറിയാം ഗില്ലുണ്ട്, സഞ്ജു ഉണ്ട്, ഇപ്പം പല താരങ്ങൾ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞു, പ്രിയാൻഷിന്റെ ഉൾപ്പെടെ പല പേരുകൾ പറഞ്ഞു. ഇവരെല്ലാവരുടെയും കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇഷാൻ കിഷൻ ഉൾപ്പെടെ താരങ്ങൾ വന്നിട്ട് കുറച്ച് മങ്ങി നിൽക്കുവാണ്, ഇപ്പൊ ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഈ താരങ്ങളെല്ലാം നടക്കുന്ന കോമ്പറ്റീഷൻ നടക്കുന്നത് ഓപ്പണിംഗ് സ്ലോട്ടിലേക്കാണ്. അത് ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ആണ് ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു ജയ്സ്വാളായാലും അഭിഷേകായാലും സൂര്യവംശി ആയാലും എല്ലാം ലെഫ്റ്റ് താരങ്ങളാണ് നിൽക്കുന്നത്. ഇവരിൽ ഒരാൾ മങ്ങിയ ഒരാൾ മങ്ങിയാൽ അടുത്ത കയറി പിടിക്കുന്ന ഉറപ്പാണ്. അപ്പം തന്റെ സ്ഥാനം പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഡിഫെൻഡ് ചെയ്ത് നോക്കിയും കണ്ടും കളിച്ചേ പറ്റൂ ഇവരെല്ലാവരും. വൈഭവിന് ഈ കുറച്ചും കൂടെ എനിക്ക് ഒരു ഫ്രീ കളിക്കാൻ പറ്റും തോന്നുന്നു. പ്രായത്തിന്റെ ഇതുണ്ട്, കാലം കുറെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷനിലാണ് പിടിക്കാൻ വേണ്ടി. പക്ഷെ ഓരോ മത്സരത്തിലും നിർണായകമായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ആ ടൈം ആകുമ്പോഴേക്ക് സ്ഥിരമായിട്ട് ഇത് പിടിക്കാൻ വേണ്ടി ഒരു സ്ഥിര സാന്നിധ്യം ആവാൻ വേണ്ടി പറ്റൂ. പക്ഷെ അഭിഷേകൊക്കെ കുറച്ചുകൂടി കരുതി പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ 1ാം നമ്പറാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വൈഭവിനെ പോലുള്ള താരങ്ങൾ സ്ഥാനം കൊണ്ട് പോയേക്കാം. സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഏകദേശം ഇപ്പൊ തീരുമാനമായല്ലോ. അത് ഗില്ല് വന്നതിന് കൊണ്ടാണെങ്കിൽ കൂടി ഈ പറയും ഇത്രയും കോമ്പറ്റീഷൻ വരുമ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് ഓപ്പണിംഗ് സ്ലോട്ടിൽ കിടക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി ഓപ്പണിംഗിലേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ അധികം വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. മറുവശത്ത് നമ്മളിപ്പോൾ വൈഭവ് സൂര്യവംശിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. ആ ഒരു വേൾഡ് ക്ലാസ് T20 സ്ട്രൈക്ക് റേറ്റ് നമുക്ക് ഇന്ന് ഒരു താരങ്ങൾക്കും അല്ലെങ്കിൽ അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള ഒരു പ്രഹരശേഷി വൈഭവ് സൂര്യവംശിക്ക് ഉണ്ട്. വേറെ സേഫ് പറയുമ്പോൾ തോന്നി ക്രിസ് ഗെയിലൊക്കെ ആയിട്ട് താരതമ്യം പറഞ്ഞു. ഗെയിലും എബിഡി വില്യംസ് ഒക്കെ അടിക്കുന്ന രീതിയിലാണ് ഈ 14-കാരൻ അടിക്കുന്നത്. ആ പ്രഹരശേഷിയുടെ ഒരു നോക്കണം. നമ്മൾ ആരാധിച്ച ഒന്നുമില്ലെങ്കിൽ ഗെയിലൊക്കെ ക്രീസിലിറങ്ങുമ്പോൾ പേടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷിനൊക്കെ പേടിച്ചിട്ടുള്ള ആ രീതിയിലാണ് ഈ 14-കാരൻ വന്ന് അടിക്കുന്നത്. അല്ല, ഇതുപോലെ ഗെയിലാണ് ഇതുപോലെ നിന്നടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓടാൻ പോലും വയ്യ, അടിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയാണ് അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ പോലും ഈ നമുക്കറിയാം T20 എന്ന് പറയുമ്പോൾ ബൗളർമാര് കൂടി ഇപ്പൊ കുറച്ച് ഇടയായിട്ട് നമ്മൾ എന്താണ് കാണുന്നത്, നല്ല രീതിയിൽ സ്കോർ T20 വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 200-ലേറെയുള്ള സ്കോറൊക്കെ നമുക്ക് ആദ്യം വരുമ്പോൾ നമുക്ക് കൂറ്റൻ സ്കോർ എന്ന് പറയുന്നത് ഇന്ന് 250-ല് അധികമുള്ള സ്കോർ പോലും നമ്മൾ കാണുമ്പോൾ അങ്ങനെ കൂറ്റൻ സ്കോർ ആണ് നമുക്ക് തോന്നാത്ത രീതിയിലേക്ക് ബാറ്റിംഗ് വെടിക്കെട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ക്രിസ് ഗെയിൽ അത് അന്നേ ചെയ്താണ്. ഇപ്പൊ മറ്റുള്ള എല്ലാവർക്കും പറ്റാത്ത തരത്തിൽ ആ ഒരു സമയത്ത് തന്നെ ചെയ്ത ഒരു കാര്യമാണ് ഈ വൈഭവ് ഇപ്പൊ വന്ന് ചെയ്യുന്നത്. ഇപ്പൊ UAE-ക്കെതിരെയുള്ള ആ ഒരു ഇന്നിങ്സ് ഒക്കെ പറയുന്നത് അത് എന്താണ് ആ ഒരു ഇന്നിങ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ശരിയാണ്, ക്വാളിറ്റി ആയിട്ടുള്ള ബോളർമാർ ഇല്ലാത്തൊരു ടീമാണ് UAE എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്നാൽ പോലും ഒരാള് ഈ പന്തുകളെല്ലാവരും എല്ലാം ഇങ്ങനെ അടിച്ച് കടത്തുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് ഡോട്ട് ബോളുകൾ വൈഭവർ വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം മറ്റ് ഇതിൽ അതേപോലെ കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാലാണ് ഔട്ട് ആവുന്നത്. 6 അടിക്കാൻ നോക്കിയിട്ട് തന്നെയാണ് ഔട്ട് ആവുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ പലതരത്തിലുള്ള ഇപ്പൊ IPL-ൽ കളിക്കുന്ന ഒരു ക്വാളിറ്റി വൈഭവ് കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. ചുരുങ്ങിയ മത്സരം കൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ അത് ഈ ഒരു പ്രായത്തിൽ അവരുടെ ഓപ്പണറായിട്ട് മാറുക എന്നുള്ള ഒരു പക്ഷെ അവർ രാജസ്ഥാന്റെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജു സാംസൺ തന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടുക, പിന്നെ സ്വാഭാവികമായിട്ട് സഞ്ജു ടീം മാറി എന്നുള്ള കാര്യത്തിലാണ്. അത് നമുക്ക് ഇതറിയാം. അത്തരം ഒരു രീതിയിലേക്ക് വളരാൻ വൈഭവിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരു റൺദാഹം ഉണ്ട് എന്നുള്ളത് തന്നെ. വൈഭവ് ആദ്യ ഈ സെഞ്ചുറി UAE-ക്കെതിരെയുള്ള മത്സരത്തിൽ സെഞ്ചുറി അടിച്ചതിന് ശേഷം വൈഭവ് പറഞ്ഞൊരു കാര്യം, തന്റെ അച്ഛന് 200 റൺ അടിച്ചാലും തൃപ്തി വരില്ല. 200 റൺ അടിച്ചാലും അച്ഛൻ പറയും ഒരു 10 റൺ കൂടി എടുക്കായിരുന്നു. അതെ അതെ. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് T20 ക്രിക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം. ടെസ്റ്റ് എന്തായാലും വൈഭവിന് ഉചിതമായിട്ടുള്ള ഒരു റോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിലല്ല. എനിക്ക് തോന്നുന്നില്ല. നമ്മള് മറ്റേ ഭാവിയിലേക്ക് വരുമ്പോൾ ഒരു ടീമിന് 1-2 ആളുകളൊക്കെ അങ്ങനെ വേണം. അത് മധ്യനിരയൊക്കെ
ആയിട്ടാണെങ്കിലും ഓക്കെ. പക്ഷെ ഓപ്പണിംഗ് എന്തായാലും അങ്ങനെ കളിക്കുന്ന ഒരു താരത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടാൻ കുറവാണ്. അത് തന്നെയാണ് ഒരു വിമർശനം വൈഭവിനുള്ളത്. ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്രിക്കറ്റർ അല്ല. ഇനി ഭാവിയിലേക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഇപ്പൊ ഋഷഭ് പന്തൊക്കെ ഏറ്റവും വലിയ T20 ബാറ്റർ എന്ന രീതിയിൽ വന്നിട്ടുള്ള ആരാണ്. പിന്നെ അങ്ങനെയൊക്കെ മാറ്റാനൊക്കെ ഉള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇന്ത്യൻ T20 അടുത്തൊരു സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം വൈകാതെ സീനിയർ ടീമിൽ എത്തുകയും ഓപ്പണിംഗ് റോളിന് വേണ്ടിയിട്ട് തന്നെ അവിടെ നിലനിൽക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വൈഭവ് സൂര്യവംശിക്ക് ഉണ്ട്. അതിന് കഴിവുള്ള ഒരു താരം തന്നെയാണ്. പക്ഷെ ആ ക്വാളിറ്റി ഇപ്പോൾ നിലവിലെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും കണക്കുകൾ നോക്കുകയാണെങ്കിലും ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ വൈഭവ് തിരുത്തേണ്ടതുണ്ട്. അത് പതുക്കെ തിരുത്തുകയും അധികം വൈകാതെ തന്നെ ഇന്ത്യൻ T20 ടീമിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, ഓപ്പണിംഗിലെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ.